നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ വൈഫൈ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു വൈഫൈ പുതുതായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്വേഡൊക്കെ കൊടുത്ത് പുതിയൊരു വൈഫൈ കണക്ട് ചെയ്യുമ്പം പല ആളുകൾക്കുള്ള പ്രയാസമാണ് നമ്മൾക്ക് ആ വൈഫൈ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന്. ഇപ്പോൾ നമ്മളുടെ വൈഫൈ നമുക്ക് സേവ് ചെയ്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്യാതിരിക്കുന്നതിന് എന്തുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈ ഏതും പാസ്വേഡ് കൊടുത്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എവിടെയാണ് പ്രശ്നം നോക്കാം. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഇവിടെ വൈഫൈ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസിൽ കാണും. ഇവിടെ ഈ മൊബൈൽ ഫോണിൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും വലതു ഭാഗത്ത്. ചില മൊബൈൽ ഫോൺ താഴെ ഭാഗത്ത് 3 ലൈനായിരിക്കും, അല്ലെങ്കിൽ 3 ഡോട്ടായിരിക്കും. നിങ്ങൾ ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ മോർ സെറ്റിങ്സ് എന്നോ അല്ലെങ്കിൽ സെറ്റിങ്സ് എന്നോ ഓപ്ഷൻ കാണും. ഓരോ മൊബൈൽ ഫോണും വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ മോർ സെറ്റിങ്സ് ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേവ്ഡ് നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സേവ് ചെയ്തിരിക്കുന്ന മുഴുവൻ വൈഫൈയും ഇവിടെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ഏതെങ്കിലും വർഷങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ കണക്ട് ചെയ്ത വൈഫൈ ആയിരിക്കും. പക്ഷേ പിന്നീട് നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ല, ഇനി നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോകുന്നുമില്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ വൈഫൈയും ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ആവശ്യമില്ലാത്തതൊക്കെ ഇതുപോലെ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് റിമൂവ് കൊടുക്കുക. അതായത് നിങ്ങൾ കണക്ട് ചെയ്യാത്ത നിലവിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്രസ്സ് ഒഴികെ ബാക്കി നേരത്തെ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ വൈഫൈകളും നിങ്ങൾ ഇതുപോലെ സേവ് ചെയ്ത് കണക്ട് ചെയ്തത് നേരത്തെ എപ്പോഴും കണക്ട് ചെയ്തായിരിക്കും, നിങ്ങൾക്ക് പിന്നീട് ആവശ്യം വരില്ല. നിങ്ങളിതുപോലെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ വൈഫൈ വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാനും മാത്രമല്ല പുതിയ ഏതെങ്കിലും വൈഫൈ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ സേവ് ചെയ്ത ഒരുപാട് കണക്ഷൻ ഉണ്ടാകുമ്പോൾ പുതിയത് സേവ് ചെയ്ത് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ പ്രശ്നം നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.